ഹാത്രസിലെ രതിബാൻപൂർ ഗ്രാമത്തിൽ ഇന്നലെ നടന്ന അപകടത്തിൻ്റെ ഭീകരത എന്താണെന്ന് ദൃശ്യമാക്കുന്നതാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ ദൃശ്യങ്ങൾ. ഇവിടെ വലിയ രീതിയിലുള്ള ഒരു അപകടമാണ് ഇന്നലെ നടന്നത്. അതായത് 122ഓളം പേർ മരണപ്പെട്ടു എന്നാണ് അനൗദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള കണക്കുകൾ പ്രകാരം 116 പേരാണ് മരിച്ചിരിക്കുന്നത്. അതിൽ തന്നെ 110 സ്ത്രീകളാണെന്നാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന അവസ്ഥ. ഭോലെ ബാബ എന്ന് പറയുന്ന ആത്മീയ ആചാര്യൻ്റെ സൻസദ് അദ്ദേഹത്തിൻ്റെ മതപ്രഭാഷണമായിരുന്നു ഇന്നലെ നടന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് അനുഗ്രഹം തേടുന്നതിനായി ജനങ്ങൾ റോഡ് മുറിച്ച് കടന്ന് റോഡിലേക്ക് എത്തുകയും ഇവിടെ നിന്ന് ഈ കാണുന്ന പ്രദേശത്തേക്ക് താഴേക്ക് വീഴുകയും ഇവിടെ നിന്നാണ് ഏകദേശം 80ഓളം മനുഷ്യരുടെ മൃതശരീരം കണ്ടെത്തുന്നത്. അതായത് ശ്വാസം കിട്ടാതെ അവരുടെ മുകളിലേക്ക് ജനങ്ങൾ തിങ്ങിക്കൂടുകയും അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ മരണപ്പെട്ടതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ ഈ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ഇവിടുത്തെ പ്രദേശവാസി നമ്മോടൊപ്പം ഇപ്പം ചേരുന്നുണ്ട്. ഭയ്യ കൽ ക്യാ ഹുവാ? कल हुआ था यहाँ, जैसे शाम के वक्त बाबा जी जा रहे थे, उसके बाद में जाने के बाद में गाड़ी बाबा जी की निकली थी आरती होकर. जब यहाँ से गाड़ी निकल घुस चुकी है, जिसके बाद में लेडीज बाबा जी की गाड़ी की चढ़न को छूने के लिए निकली थी. उसी दौरान इतनी काफ़ी भीड़ थी कि तरा ऊपर गिर के यहाँ पर ही गिर के वो दब चुकी थी. कल इधर से पुलिस नहीं है? पुलिस थी, कम थी, पुलिस तो थी. हाँ, कम संख्या में पुलिस थी. कल कितने आदमी है उधर से आ गया संसद के आदमी तो काफ़ी थे, काफ़ी हैं. अभी नहीं, अभी तो कोई आदमी नहीं है यहाँ पर. जब तो काफ़ी कम 25,000 लोग थे. हाँ. उनके 25,000 लोग. हाँ इधर से मर गया. हाँ, इधर से जैसे चढ़न छूने के लिए गाड़ी निकली, यहाँ से गाड़ी गुजर रही थी बाबा जी की. जब चढ़न छूने के लिए आए तो इतनी भारी संख्या थी, कम से कम एक के ऊपर एक तरह ऊपर वो गिरने लगे. हाँ, इधर से. बारिश है? कल नहीं, थोड़ी बारिश हुई थी बस. कल इधर से पानी है? ये पानी यहाँ टैंक खड़ा था, यहाँ पानी पीने के लिए टैंक खड़ा था, उसी की ये कीच है. ये तो लेडीज है, दोनों मर गया तो ज़्यादा लेडीज है. हाँ, ज़्यादातर लेडीज ही है. लेडीज है. बच्चे नहीं, बच्चे हैं कुछ हैं थोड़े का. कुछ बच्चे हैं. हाँ जी. जेंट्स नहीं है? जेंट्स हैं जो थोड़े. हाँ, ज़्यादातर लेडीज ज़्यादा हुए हैं. हाँ. गंभीर रूप से घायल हुई हैं और लेडीज खत्म हो चुकी हैं. पहले बाबा को एक प्रोग्राम है इधर से कॉलेज ग्राउंड से. नहीं, यहाँ 12 साल पहले कॉलेज पे, डिग्री कॉलेज पे प्रोग्राम हुआ था बाबा जी का. एक साल के बाद? नहीं, 12 साल बाद. 12 साल से. हाँ, 12 साल बाद हुआ है. ये संसद कितना दिन के? 12 साल बाद हुआ है ये तो आज मात्र 2 घंटे के लिए आए थे. कल 2 घंटे के करीब दौरान. हाँ, बस. അതായത് ഇവിടുത്തെ ഇന്നലെ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന മനുഷ്യർ നമ്മളോട് വിശദീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തേടുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് അടുത്തേക്ക് ജനങ്ങൾ എത്തുകയും ഇവിടെ നിന്ന് താഴേക്ക് ജനങ്ങൾ വീഴുകയും അവരുടെ മുകളിലേക്ക് വീണ്ടും ജനങ്ങൾ അകപ്പെടുകയും അങ്ങനെയാണ് വലിയ ഒരു അപകടമുണ്ടായിരിക്കുന്നത്. ഇതൊരു കൃഷിയിടമാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ കാണുന്ന പോലെയുള്ള പാടം ഏരിയയാണ്. ഇവിടെ ഇപ്പോൾ കൃഷി കഴിഞ്ഞു. അതിനുശേഷമാണ് ഇവിടെ സ്റ്റേജ് കെട്ടിയുള്ള ഈ ഒരു മതപ്രഭാഷണം നടന്നത്. അതിനുശേഷം അദ്ദേഹം പോകാൻ സമയം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തിയ ജനങ്ങളാണ് ഇത്തരത്തിലുള്ള അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. എന്തായാലും വലിയ ഒരു അപകടമാണ് ഹത്രസിലെ രതിബാൻപൂർ ഗ്രാമത്തിൽ ഉണ്ടായിരിക്കുന്നത്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഫോറൻസിക് സംഘവും അതുപോലെ ഡോഗ് സ്ക്വാഡും എത്തി പരിശോധന ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അവിടെ നിന്ന് ഈ അവശിഷ്ടങ്ങളടക്കമുള്ളവ ഇപ്പോഴും ശേഖരിക്കുകയാണ്. അത് ഫയൽ ചെയ്ത് സീൽ ചെയ്ത് അവരുടെ വാഹനങ്ങളിലേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും വിവിധ സ്ഥലങ്ങളിലെത്തിയ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ജനങ്ങളാണ് മരിച്ചത്. നിരവധി പേർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. 22ഓളം പേർ ഗുരുതരാവസ്ഥയിൽ തുടരുന്നതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് എനിക്ക് പിന്നിൽ കാണുന്ന ഈ റോഡിന് പിന്നിൽ കാണുന്ന ഇവിടെയാണ് വലിയ രീതിയിലുള്ള പ്രോഗ്രാം നടന്നത്. ഇന്നലത്തെ പ്രോഗ്രാം നടന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് കൂടെ നമുക്കൊന്ന് പോയേക്കാം. അതായത് ഏകദേശം ഒരു 1 ഏക്കറോളം സ്ഥലമുണ്ട്. ഇവിടെ കൃഷിഭൂമിയാണ്. ഇവിടെയാണ് പ്രോഗ്രാം നടന്നത്. ഭോലെ ബാബയുടെ ആ പ്രോഗ്രാമിൽ 2.5 ലക്ഷത്തോളം ജനങ്ങൾ പങ്കെടുത്തു എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം വാഹനത്തിലേക്ക് മടങ്ങവെയാണ് ഈ ജനങ്ങൾ അവിടുന്ന് തിരക്ക് കൂട്ടി അദ്ദേഹത്തിന് അടുത്തേക്ക് വരികയും അതിനുശേഷം ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ സ്ഥലത്തേക്ക് ജനങ്ങൾ അകപ്പെടുകയും അവരുടെ മുകളിലേക്ക് വീണ്ടും ജനങ്ങൾ വീണതുമാണ് ഇത്തരത്തിലുള്ള വലിയ ഒരു അപകടത്തിൻ്റെ തോത് വർദ്ധിപ്പിച്ചത്. ഇത് നാഷണൽ ഹൈവേ 34 ദേശീയപാത 34
14-നാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും എദ്ദിപാൻപൂർ ഗ്രാമം അതീവ സങ്കടകരമായ അവസ്ഥയിലൂടെ ഇപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ ഉറ്റവരെയും ഉടവരെയും നഷ്ടപ്പെട്ട നിരവധി ജനങ്ങൾ ഇപ്പോഴും വിവിധ ആശുപത്രികളിലായിട്ട് ഇപ്പോഴും അലയുകയാണ്. ഏകദേശം 12ഓളം ജനങ്ങളുടെ അല്ലെങ്കിൽ മരണപ്പെട്ടവരുടെ മൃതശരീരം ഇപ്പോഴും തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഏറ്റവും കൂടുതൽ ജനങ്ങളും മരണപ്പെട്ടത് ശ്വാസം മുട്ടിയാണ്. ഇവരുടെ മുകളിലേക്ക് മറ്റു ജനങ്ങൾ വന്ന് വീഴുകയും അങ്ങനെയാണ് മരണസംഖ്യ